എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ BTS J പ്രോഗ്രാമിന് തുടക്കമായിരിക്കുകയാണ്, അതായത് ബ്രില്യൻ ടെസ്റ്റ് സീരീസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ബ്രൗസറിൽ നമ്മുടെ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. ഇതാ നമ്മുടെ ഫസ്റ്റിലെ സെർച്ച് റിസൾട്ട് തന്നെ ബ്രില്യൻ പാലയുടെ സൈറ്റാണ്, brilliantpala.org എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതാണ് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഹോം പേജ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ബ്രില്യൻ സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള വിവിധ കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തന്നെ കിടപ്പുണ്ട് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് BTS എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ഇതാണ് BTS പ്രോഗ്രാമിന്റെ നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് പേജ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിവിധ BTS പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു പേജിൽ കാണാവുന്നതാണ്. ആൻഡ് നമുക്ക് വേണ്ട പ്രോഗ്രാം ഈ ഒരു സൈഡിൽ കിടപ്പുണ്ട്, BTS 2026 ഫോർ IIT JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ BTS JEE മെയിൻ അതുപോലെ JEE അഡ്വാൻസ്ഡിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പേജാണ്. നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ബ്രോഷർ എല്ലാം തന്നെ ഈ ഒരു പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു പച്ച ബോക്സിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ ഇങ്ങനെ ഒരു പേജിലാണ് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്തി നിൽക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഭാഗമായിട്ടുണ്ട്, അതായത് മുൻപ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു സ്റ്റുഡന്റ് ID യും അതുപോലെ തന്നെ പാസ്വേഡും ഉള്ളതായിരിക്കും. ആ ഒരു സ്റ്റുഡന്റ് ID ആണ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്യുക. ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ സൈറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ അനായാസത്തിൽ നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിനായിട്ട് ഈ താഴെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന മറ്റൊരു പേജിലേക്കാണ്. ഇവിടെ നിങ്ങളുടെ സ്റ്റുഡന്റ് നെയിം, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, അതുപോലെ പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്യുക. എന്നിട്ട് ഈ ഐ എഗ്രി എന്ന് പറഞ്ഞ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വളരെ കൃത്യമായിട്ട് നമ്മൾ എൻ്റർ ചെയ്യണമെന്നുള്ളതാണ്. കാരണം ആ ഒരു ഐഡിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ഓക്കെ, ഇതിന്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു OTP എൻ്റർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. സോ നേരത്തെ എൻ്റർ ചെയ്ത ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു ഇമെയിൽ IDയിലേക്ക് ഇപ്പോൾ ഒരു OTP എത്തിയിട്ടുണ്ട്. ആ ഒരു OTP നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിത് മറ്റൊരു പേജിലേക്ക് എത്തുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു കോർണറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ പേര് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡന്റ് ID യും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് നമ്മുടെ BTS J എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് മൈ കോഴ്സസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എടുക്കുക. സോ നമ്മുടെ നെക്സ്റ്റ് പേജിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ സെലക്ട് ക്ലാസ് സ്റ്റഡിയിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബോക്സിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 4 മുതൽ ഫോർ ക്ലാസ് 12th പാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരെ നമുക്ക് അവിടെ ചൂസ് ചെയ്യാനുള്ളതായിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഫോർ ക്ലാസ് 12th പാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കുന്നു. ഈ സേവ് കൊടുക്കുമ്പോഴത്തേക്കിനും അടുത്ത ഈ ഒരു പേജിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഏതെല്ലാം പ്രോഗ്രാമുകളാണ് ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം കാണാം, ക്രാഷ് പ്രോഗ്രാം കാണാം. അതായിരിക്കുന്നു ടെസ്റ്റ് സീരീസ് 2026 NEET JEE മെയിൻ. അതാണ് നമുക്ക് വേണ്ട പ്രോഗ്രാം. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഏതെല്ലാം ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമുകളാണ് ബ്രില്യൻറ്റിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലുക്കാണ് നമുക്ക് കാണുന്നത്. ടെസ്റ്റ് സീരീസ് ഫോർ NEET ഉണ്ട്, JEE മെയിൻ ഉണ്ട്, അതുപോലെ ദുബായ് ടെസ്റ്റ് സീരീസുകളുണ്ട്. ഓക്കെ, സോ നമ്മൾക്കിപ്പോൾ വേണ്ടത് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് 2025 JEE മെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ കിടപ്പുണ്ട്. അവിടെ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പേജ്, അതായത് എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് 2026 JEE മെയിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് പേജിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ ആ ഒരു സൈഡിലേക്ക് നോക്കിയാൽ സെലക്ട് സെന്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതും ക്ലിക്ക് ചെയ്ത് വിടുക. ഓക്കെ, അടുത്ത സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്നുള്ളൊരു ഓപ്ഷൻ, ഒരു കോളമാണ്. അവിടെ നവംബർ 2025 എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു എക്സാം നമ്മുടെ അടുത്ത ബാച്ച് തുടങ്ങുന്നത് 2025 നവംബറിലാണ്. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ മാത്രമായിട്ട് അവിടെ ഉള്ളത്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. രണ്ട് ഓപ്ഷനും സെലക്ട് ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ താഴെ കിടപ്പുണ്ട്. ആ ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ
+2 അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തേതാണ് എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സെലക്ട് സ്ട്രീം എന്ന് പറഞ്ഞൊരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും CBSE, SSLC, ICSE മുതലായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഞാനിവിടെ CBSE ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബാക്കി കുറച്ച് കാര്യങ്ങളോട് നമുക്കിവിടെ ഫില്ല് ചെയ്യാനായിട്ട് വരും. നമ്മുടെ ക്ലാസ് 10ന്റെ ഡീറ്റെയിൽസ്, അതായത് ഇയർ ഓഫ് പാസിംഗ്, സെലക്ട് സ്റ്റാറ്റസ്, അതായത് റിസൾട്ട് സ്റ്റാറ്റസ്, അതുപോലെ സയൻസിലും മാത്സിലും നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് ലഭിച്ചത് ഔട്ട് ഓഫ് 100, അതും ഇവിടെ എൻ്റർ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റർ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങളുടെ +2 ബോർഡ് എക്സാം മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, എഗെയിൻ സെലക്ട് സ്ട്രീമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. എഗെയിൻ ഞാൻ CBSE ആണ് ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവിടെ നമ്മൾക്ക് കാണാം നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത് +2ലെ നമ്മുടെ ഇയർ ഓഫ് പാസിംഗ്, റിസൾട്ട് സ്റ്റാറ്റസ്, നിങ്ങളുടെ റോൾ നമ്പർ, സ്കൂൾ കോഡ്, അതുപോലെ അഡ്മിറ്റ് കാർഡും. ഓക്കെ, അടുത്തായിട്ട് തൊട്ട് താഴെ തന്നെ എൻ്റർ ക്ലാസ് 12 മാർക്ക്. ഓക്കെ, അതായത് നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ 3 വിഷയങ്ങളിൽ ഔട്ട് ഓഫ് 100 നിങ്ങളുടെ മാർക്ക് എത്രയായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഒന്നല്ല 2 കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. JEE 2025 സ്കോർ, അതുപോലെ KEAM 2025 സ്കോർ. ഓക്കെ, ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെന്തിനാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ 2025 JEE എക്സാം അറ്റൻഡ് ചെയ്ത വ്യക്തിയായിരിക്കാം. ഓക്കെ, അതല്ല എങ്കിൽ തൊട്ട് താഴെ കിടക്കുന്ന KEAM 2025 എക്സാം അറ്റൻഡ് ചെയ്ത വ്യക്തിയായിരിക്കാം. ആ എക്സാമിൻ്റെ, അതായത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആ എക്സാമുകളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാനായിട്ടുള്ളത്. എക്സാം എഴുതിയ വർഷം എൻ്റർ ചെയ്യുക, നിങ്ങൾക്ക് ലഭിച്ച മാർക്ക്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, JEE നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഷീറ്റ്, അതേപോലെ തന്നെ KEAM എക്സാമിൽ നിങ്ങൾ എക്സാം എഴുതിയ വർഷം, നിങ്ങൾക്ക് ലഭിച്ച സ്കോർ, ആപ്ലിക്കേഷൻ നമ്പർ, KEAM എക്സാമിനേഷൻ്റെ മാർക്ക് ഷീറ്റ്. എന്തിനാണ് ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ BTS JEE പ്രോഗ്രാമിൽ നിരവധി സ്കോളർഷിപ്പുകൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ക്വാളിഫിക്കേഷൻസിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്കോളർഷിപ്പുകൾ, അതായത് നിങ്ങളുടെ വിവിധ +2 ബോർഡ് എക്സാം മാർക്ക്, അതുപോലെ 2025 JEE പെർസെൻറ്റേജ് സ്കോർ അല്ലെങ്കിൽ റാങ്ക്, KEAM എക്സാമിൽ നിങ്ങൾക്ക് ലഭിച്ച റാങ്ക്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസോടെ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അറിയാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു 2 ഓപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നത്. BTS പ്രോഗ്രാമിൽ ₹1 പോലും ചെലവില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സ്കോർ ഈ പറഞ്ഞ എക്സാംസിലും ബോർഡ് എക്സാംസിലും ഒക്കെ ഉണ്ടെങ്കിൽ ₹1 പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ പങ്കെടുക്കാനുള്ള അവസരവും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്രയധികം ഓപ്ഷൻസ് നമ്മൾ, അല്ലെങ്കിൽ ഇത്രയധികം ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. സോ നമ്മൾ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ JEE അതുപോലെ KEAM എക്സാംസ് എഴുതിയ വ്യക്തികളാണ് എങ്കിൽ നിങ്ങളുടെ സ്കോർ, നിങ്ങൾക്ക് ലഭിച്ച സ്കോർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. യെസ്, ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നു. ഇവിടെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പേജാണിത്. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെയും എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ സൈഡിൽ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. സോ കൺഫേം ചെയ്തപ്പോൾ സൈറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് റെമിറ്റ് ദ ഫീ എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ പേജിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ കാഷ്വൽ ആയിട്ടുള്ള കാൻഡിഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒഴിവാക്കി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് ഏറ്റവും ബെസ്റ്റ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ തീരെ ഭയങ്കരമായിട്ട് അങ്ങ് കാഷ്വലോ അങ്ങനെ കാൻഡിഡോ അങ്ങനെ സെൽഫി പോലത്തെ ഫോട്ടോസൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊള്ളാവുന്നൊരു ഫോട്ടോ നിങ്ങളവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, കാറ്റഗറി, അതുപോലെ ഫാദേഴ്സ് ഒക്യുപ്പേഷൻ, മദേഴ്സ് ഒക്യുപ്പേഷൻ, ഫാദേഴ്സ് ഫോൺ നമ്പർ, മദേഴ്സ് ഫോൺ നമ്പർ, നിങ്ങൾ അവസാനമായി പഠിച്ച സ്കൂൾ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ, നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ, ആൻഡ് ടുവേഴ്സ് ദി അതർ സൈഡ്
നിങ്ങളുടെ വീട് അല്ലെങ്കിൽ ഹൗസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നെയിം, പ്ലേസ് അല്ലെങ്കിൽ സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ് ആൻഡ് കൺട്രി, ദാറ്റ് ഈസ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പെട്ടെന്ന് എൻ്റർ ചെയ്യാം. ആൻഡ് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നു. എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ താഴേക്ക് നോക്കുകയാണെങ്കിൽ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റിനായിട്ട് നമുക്കിവിടെ ഓൺലൈൻ രീതിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്കറിയാം നമ്മളെല്ലാവരും ഇപ്പോൾ ഡെയിലി ലൈഫിൽ ഇഷ്ടം പോലെ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ പേ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നു. അവിടെയും ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് പേയ്മെൻറ്റ് ഓപ്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തരം പേയ്മെൻറ്റ് ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. UPI ഉണ്ട്, കാർഡ് വെച്ചുള്ളതുണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതായത് ഇവിടെ QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതോടുകൂടി നിങ്ങൾ BTS JEE പ്രോഗ്രാമിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നാണ് അർത്ഥം. 250 കൂടുതൽ എക്സാമുകളാണ്, മോഡൽ എക്സാമുകളാണ് BTS JEE പ്രോഗ്രാമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിയെയും കാത്ത് ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുന്നത്. അത് JEE മെയിൻ മോഡൽ എക്സാമുകൾ മാത്രമല്ല, JEE മെയിൻ ഉണ്ട്, UCET എക്സാംസ് ഉണ്ട്, NID എക്സാംസ് ഉണ്ട്, BARC B പ്ലാൻ എക്സാമുകളുണ്ട്. അതായത് നിങ്ങളുടെ ഒരു കോർ തീം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആണോ, ആ സ്ട്രീമിൽ ഉൾപ്പെട്ട എല്ലാ എക്സാമുകളും നമ്മൾ ഈ ഒരു BTS ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കായി ഇഷ്ടം പോലെ സ്കോളർഷിപ്പുകളും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു എക്സാമുകൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ടെസ്റ്റ് സീരീസാണ് നമ്മുടെ BTS JEE മെയിൻ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ടെസ്റ്റ് സീരീസിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച റിസൾട്ടുകൾ ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.